ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ലൈഫ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് സ്നാക്സും കുറച്ച് പായസം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയതിനും അപ്പം പകുതിക്ക് ആക്കി കുറച്ചൊക്കെ ആവാനായ ടൈമാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇതാ ഒരു വ്ളോഗാണിത്, കുറച്ച് ലെങ്തി വ്ളോഗ് തന്നെയാണ്. അപ്പം നമ്മൾ ഇതാ കുനാഫ ആക്കുന്നുണ്ട്, സ്പെഷ്യലായിട്ട് ആക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കുനാഫ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ആക്കുന്നുണ്ടായത് പ്രഥമനാണ് കേട്ടോ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പായസം. അപ്പോൾ ഇതാ ഒരു ബൗളിലെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായ ബട്ടർ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുനാഫ ഡോ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ആ ഒരു കുനാഫയിലേക്ക് ബട്ടർ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരും ലീവുള്ള ദിവസം ഏതെങ്കിലും ഒരാളെ റൂമിലോട്ടേക്ക് പോകും. അങ്ങനെ എല്ലാവരും വന്നതാട്ടോ എൻ്റെ റൂമിലേക്ക്. അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യും. ഒന്നിക്ക് പുറത്ത് പോകും, അല്ലെങ്കിൽ റൂമിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യും. ഞാൻ ഇന്നലെ തന്നെ പരിപ്പിന് വേണ്ടിയിട്ടുള്ളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടോ ചുടുന്നുണ്ടായത്. അതിന് ശേഷിയുള്ള ഇവർ കൊണ്ടുവന്നതാണ് കുനാഫൻ്റെ ഐറ്റംസൊക്കെ. അതിന് ശേഷിയുള്ള പ്ലാനിങ് ആണ് കുനാഫ ആക്കുക, പായസമാക്കാന്നൊക്കെ. അപ്പോൾ ഫാമിലി എല്ലാവരും ഉള്ളപ്പം കുനാഫ ആക്കാനും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് എല്ലാവരും സംസാരിച്ച് അപ്പുറം നല്ല രസമായിട്ട് നല്ല ഫണ്ണായിട്ടുണ്ടാവും. അപ്പം നമ്മളിതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറിലേക്ക് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചീസൊക്കെ ഓൾറെഡി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വ്ളോഗ് എല്ലാം ചെയ്ത് കുറച്ചായപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇത് ഈ നല്ലോണം മിക്സ് ചെയ്ത കുനാഫൻ്റെ ഇത് ഞാൻ അത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ബൗളിലിട്ടിട്ട് നന്നായി അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തതിന് ശേഷമാണ് ചീസ് ഇടുന്നത്. ചീസ് നമ്മളൊരു കട്ടിക്കൊരു നല്ല ലെയറിൽ തിക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചീസ്. അതിനുശേഷം ബാക്കിയുള്ള കുനാഫ അതിൻ്റെ മേലിലും കൂടി പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ ഇടുക. കുറച്ച് ലെയറായിട്ട് തന്നെ ചീസാക്കിക്കൊണ്ട് കുറച്ച് നല്ലോണം ബാക്കിയുള്ള കുനാഫ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചീസ് ഒരുപാട് ബാക്കിയുണ്ടായിന്. അതിന് ശേഷം നമ്മൾ ന്യൂട്ടലയും കൂടി മിക്സ് ചെയ്തിട്ട് ന്യൂട്ടല കുനാഫയും കൂടി ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഇന്നത്തെ ചായൻ്റെ സ്പെഷ്യൽ ചായയില്ല പ്രഥമം പരിപ്പുവട. ഇത് പ്രഥമം, ഇതും പ്രഥമം. രണ്ട് ചെമ്പ് ഉമ്മ എന്നോട് അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാന്ന്. അപ്പോൾ ഉമ്മ പറയുന്നത് അനിയനാണ് വീഡിയോ എടുക്കുന്നത്, ഓനിങ്ങനെ ഷൂട്ട് ചെയ്തതാട്ടോ. അപ്പം ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിയും മുന്തിരിയും ഒക്കെ കാച്ചിക്കൂട്ട് തന്നിട്ട് കുറച്ച് RKGയിൽ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് അത് ഒന്ന് കാച്ചി കൂട്ടിയിട്ട് പായസത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം ഏകദേശം ഒരു വിഷുവിൻ്റെ ടൈമാണ്. ആ ടൈമാണ് ഈ എല്ലാവർക്കും പ്രഥമനാക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ടായത്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഒരുപാട് ലേറ്റായിപ്പോയി. ഒരുപാട് ലേറ്റായിപ്പോയി. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്ന ടൈം തന്നെ എനിക്കറിയില്ല. എഡിറ്റ് ചെയ്ത് വെച്ച് അത് ഗാലറി കുറേ ടൈം കിടക്കും. പിന്നെയാണ് ഞാനത് എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യൽ കുറേ ടൈം എടുക്കും. ഞാൻ പോസ്റ്റ് ചെയ്യാനും ആക്കാനൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ പ്രഥമൻ നല്ല അടിപൊളിക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രഥമൻ. അപ്പം അതായി കഴിഞ്ഞതിന് ശേഷം ഞാനതൊരു പാട്ടയിലേക്ക് മാറ്റിയിട്ട് അത് നല്ലോണം തണിച്ചെടുത്തിട്ട് പിള്ളേർക്കും നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോയി. അതിനിടയിൽ ഞാൻ പരിപ്പുവട ആക്കിയിട്ടുണ്ടായിന്. ആ പരിപ്പുവടയും ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അതൊക്കെ കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. കുനാഫ് ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിന്. ഈ കാണുന്നത് എവിടെ പോകുന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി കയറുമ്പോഴാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായത്. ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചു മനാമ സൂക്കിലേക്ക് പോവാന്ന്. ഇതാണ് ബഹ്റാനിലെ ക്ലോക്ക് ടവർ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മനാമയിലേക്കാണ് പോകുന്നത്.
എൻ്റെ റൂമിൽ നിന്ന് മനാമയിലേക്ക് ഒരു അരമുക്കാൽ മണിക്കൂറിലേക്ക് ഉള്ള ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. സൂക്കിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് നടക്കാനുള്ളൂ. അത് നടന്നിട്ട് കാണാനാണ് രസം. അവിടത്തേക്ക് വണ്ടിയൊക്കെ പോകും, പക്ഷെ അത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് കുറച്ച് രസം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ, മനാമയിലെ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇത്. അപ്പം എന്താ പറയുക, സൂക്ക് എന്ന് പറയുമ്പം എനിക്ക് കണ്ടിട്ട് തോന്നിയത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവൊക്കെ ഇല്ലേ, അതുപോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. ഡ്രസ്സ്, പർദ്ദ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ, പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കളിപ്പാത്രം, അങ്ങനത്തെ കുട്ടികളെ കുറച്ച് ഐറ്റംസ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര ആളും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവനെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ. ഞാൻ റൂം മാറിയ ടൈം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. കാരണം റൂമിലുള്ള ടൈം എൻ്റെ ബാക്കിലെ ഇങ്ങനെ എൻ്റെ പേര് വിളിച്ച് ഇങ്ങനെ വെക്കലേ വരുവേനു. അപ്പോൾ റൂം മാറിയതിന് ശേഷം ഇവനെയായിരുന്നു കൂടുതൽ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടായത്. കാരണം അവൻ്റെ കളിയും ചിരിയും എന്താ പറയുക, അവൻ്റെ കരച്ചിലും ഒക്കെ കേൾക്കേറ്റ ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഓനിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നെ കാണാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനെ തട്ടി അടക്കുമ്പോൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ടത്, ഓൻ ഒരു കൈ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഓൻ കാണുന്നതൊക്കെ പിടിച്ച് വലിക്കും കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തട്ടിയെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആളിങ്ങനെ കൂളായിട്ട് നിന്നോളും. അല്ലാണ്ട് നമ്മളിങ്ങനെ മറ്റേ സൈഡിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് ഇതാക്കും കേട്ടോ. എന്താ പറയുക, ആൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ നിന്നോളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് മുത്ത്, ഈ റിങ്ങൊക്കെ ഉണ്ടാക്കുന്ന മുത്ത്, ലോക്കറ്റ്, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഉണ്ടാക്കുന്ന മുത്ത് ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ റിങ്ങിനൊക്കെ ഈ റിങ്ങിനാണ് അധികം ആൾ ചെയ്തിട്ട് കാണല്ലേ ഇതുപോലത്തത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. മെഹർ എത്തിയവിടെ തന്നെ ഐസ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്, ഐസ് ചരണ്ടി, അതൊക്കെ പോലത്തത് കണ്ടില്ലേ. ഇത് കാണുമ്പോൾ ഒരു ചന്തയൊക്കെ പോലെയില്ലേ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണുന്ന നാട്ടിലെല്ലാം പോലെ. അങ്ങനെ അപ്പം ഡ്രസ്സ്, അങ്ങനെ കുറേ ഐറ്റം, പർദ്ദ, അറബിക് ഡ്രസ്സ്, അങ്ങനെ ചെരുപ്പ്, അങ്ങനത്തെ ഷൂ, അങ്ങനത്തെ കുറേ ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഷോപ്പ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കാണാൻ വേണ്ടിക്ക് ഒരു നല്ല രസമായിട്ട് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും അത്യാവശ്യം കുറവാണ്. അങ്ങനെ എനിക്ക് കൂടുതൽ കണ്ട് നിൽക്കാൻ തോന്നിയത് ഈ ഒരു ഐറ്റംസാണ് കേട്ടോ. ഈ എന്താ പറയുക, മുത്ത് കാണാൻ വേണ്ടിക്ക് നല്ല രസമുണ്ടായിനി. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിന് കേട്ടോ. കാണുന്നിടത്തു നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിന്. നല്ല രസമുണ്ടായിന്. ഓരോ ബൗളിൽ ഇങ്ങനെ ഓരോ കളർ ഇങ്ങനെ കല്ല് ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക് നല്ല രസമുണ്ടായിന് കേട്ടോ. തെപ്സിക്കല്ല്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു ബോണ്ടി ഷോപ്പിൽ കയറിയതാട്ടോ. കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിക്ക് കയറിയിട്ടുണ്ടായിന്. കയറിയവിടെ തന്നെ മെഹറിയും അൽഫി അവരെ പണി ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവരോട് ആരും പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കണ്ടവിടെ തന്നെ അവരെ സാധനങ്ങൾ അവരെടുത്തോളും. അപ്പോൾ അവരിങ്ങനെ സാധനം എടുക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇങ്ങനെ അവിടെയുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ.
നമ്മളെ കുട്ടികൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ലുലുവിൽ അങ്ങനത്തെ കുറച്ച് മാളുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കോയിൻസ് ഇട്ടെടുക്കുന്ന ബബിൾക്ക് എടുക്കണം കേട്ടോ. അവർക്കത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ബോണ്ടി ഷോപ്പിൽ കയറിയപ്പോൾ മെഹറക്കും അൽഫിക്കും കൂടിയിട്ട് ഒരു മിനി വേർഷനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കുഞ്ഞ് ടോയ് പോലത്തത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ബബിൾക്കാണ്. ഇതിൻ്റെ വലുതിൻ്റെ അകത്ത് കോയിൻസ് ഇട്ടിട്ടാണ് ഇവരെടുക്കൽ. ഇതൊരു ഉപകാരമായിട്ട് ഇതിനെക്കൊണ്ട് അത് തീരുമ്പോൾ അത് ഫില്ല് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നല്ലൊരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അവിടെ. അപ്പം ഇത് മാത്രമേ അവിടെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. വേറെ ഒന്നും അവിടെ ഇല്ല, പാനിപ്പൂരി ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കാരണം ഇത് ഓൾറെഡി ഒരുപാട് ലെങ്തി ആവും തോന്നുന്നു വീഡിയോ ഞാൻ എടുത്തത് വെച്ച് നോക്കുമ്പോൾ. അപ്പം ചെറിയൊരു ഭാഗം ഞാൻ അതിലിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പം എല്ലാവർക്കും ഫാമിലി വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.